നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ കേരള രാഷ്ട്രീയം ഗർഭം കലക്കിയതും അതോടൊപ്പം തന്നെ ലൈംഗിക ആരോപണങ്ങളുമായും ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായൊക്കെ ബന്ധപ്പെട്ട അതൊക്കെയാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ ഭരണകക്ഷിക്കെതിരെയും പ്രമുഖ വ്യക്തികൾക്കെതിരെയും ഒക്കെ തന്നെ മുൻപ് ഉയർന്നിട്ടുള്ളതും ശ്രദ്ധേയമായ മറ്റു ചില കേസുകളും ആരോപണങ്ങളുമൊക്കെ തന്നെ വീണ്ടും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാകുന്നത് സ്വാഭാവികമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വിഷയത്തിൽ നിന്നും പൊതുശ്രദ്ധ വ്യതിചലിപ്പിക്കാനുള്ള തന്ത്രമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള ചോദ്യങ്ങൾ അത് ഈ ഘട്ടത്തിൽ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗവുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ഒരു പഴയ നിയമപരമായിട്ടുള്ള കേസ് അതിപ്പോൾ വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 2015 അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഡോക്ടർ സമീഹ സൈദുവലി മുഹമ്മദ് റിയാസിനെതിരെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്തിരുന്നു. വിവാഹബന്ധം നിലനിൽക്കെ വർഷങ്ങളോളം താൻ കടുത്ത ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചുവെന്നും മക്കളെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ തന്നെ നിലനിൽക്കുന്നുവെന്നും ഹർജിയിൽ അവർ ശക്തമായി വാദിച്ചിരുന്നു. ഭരണപരമായിട്ടുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ മുൻപ് ഉയർന്നിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് പൊതുസമൂഹത്തിൽ വലിയൊരു ചോദ്യചിഹ്നം അവശേഷിപ്പിക്കുന്നുണ്ട്. കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ഉള്ളടക്കം വരെ വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. 2002 വിവാഹശേഷം ഭാര്യ എന്ന നിലയിൽ തനിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടും ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായിട്ട് ഡോക്ടർ സമീഹ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ സുഹൃത്തുക്കളെ കാണുന്നതിനോ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു. ഇതിലുപരിയായിട്ട് ശരീരഘടനയുമായി ബന്ധപ്പെട്ട മാനസിക പീഡനങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് സ്വർണ്ണത്തിന് വേണ്ടിയിട്ടുള്ള നിർബന്ധം, 70 പവൻ സ്വർണം കൈക്കലാക്കിയത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ തന്നെ ഹർജിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ഈ ഹർജി സ്വീകരിക്കുകയും എതിർകക്ഷിയായിട്ടുള്ള റിയാസിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഭരണഘടനാ പദവിയിലുള്ള ഒരു വ്യക്തിക്കെതിരെ നിയമ നടപടിക്ക് തുടക്കമിട്ട ഈ കേസിൻ്റെ പൂർണ്ണമായ നിയമപരമായിട്ടുള്ള പരിണത ഫലങ്ങൾ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായും ഉന്നയിക്കാനുള്ള സുപ്രധാനമായ ചോദ്യം, നിലവിലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ കേസുകളിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ മുൻപ് നിലനിന്നിരുന്ന ഇത്തരം ഗാർഹിക പീഡന ആരോപണങ്ങളിൽ പുലർത്തുമോ എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ റിയാസിന്റെ മുൻ ഭാര്യ ഈ കേസിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്യുമോ? പ്രധാന ചോദ്യമാണിത്. നീതിന്യായ വ്യവസ്ഥയെയും സ്ത്രീകളുടെ സുരക്ഷയും ഒക്കെ തന്നെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നിലപാടുകളെ ഇത് പരീക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആരോപണ വിധേയൻ ഒരു മന്ത്രിയായിരിക്കുന്നത് ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള പാതയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. പീഡന ആരോപണങ്ങളെയും മറ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങളെയും സംബന്ധിച്ച നിയമപരമായിട്ടുള്ള വാദങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എല്ലാത്തരം ആരോപണങ്ങൾക്കും ഒരു പൊതു മാനദണ്ഡം ആവശ്യമാണ്. കാരണം ഒരു സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം പരാതികൾ ഉയർന്നു വരുന്നത് കേസിൻ്റെ വിശ്വാസ്യതയും സമയബന്ധിതമായി നീതി ലഭിക്കുന്നതിലുള്ള സാധ്യതകളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്തേക്കാം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ശരിയായ സമയത്ത് അതത് നിയമ സംവിധാനങ്ങളിൽ ഉന്നയിക്കപ്പെടേണ്ടത് നീതിയുടെ താല്പര്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കാലതാമസം നേരിടുന്ന പരാതികൾ ഇരയാക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിചോദ്യങ്ങളൊക്കെ തന്നെ ഉയർത്താൻ സാധ്യതയുണ്ട്. ചില രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാനോ അവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയോ സ്ത്രീകളെ ഉപയോഗിച്ച് സ്വഭാവഹത്യ നടത്തുന്ന പ്രവണത CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. എന്നാൽ ഇത്തരം രാഷ്ട്രീയ കളികൾക്ക് തങ്ങളുടെ മന്ത്രിമാരെയും പാർട്ടി നേതാക്കളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു ദ്വന്ദ്വ സ്വഭാവം കൈവരുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ നിയമപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത ഭരണകക്ഷിക്കുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടത് CPMൻ്റെ തന്നെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകൾ അതിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി ഗതിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായിരിക്കും.